Hi everyone, welcome to നമ്മുടെ classroom. So നമ്മൾ chapter 2-ലെ separation techniques discuss ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്തിരുന്നു ലൈക്ക് evaporation, centrifugation, separation using separating funnel, പിന്നെ sublimation. ഈ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി പാർട്ട് 1ഉം പാർട്ട് 2 വീഡിയോയിലും കവർ ചെയ്തു കഴിഞ്ഞാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ സെപ്പറേഷൻ ടെക്നിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ദാറ്റ് ഈസ്. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്രൊമാറ്റോഗ്രാഫി. ക്രൊമാറ്റോഗ്രാഫി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈവൻ ദോ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലെവലിൽ ഇറ്റ് വിൽ ബി റിയലി സിമ്പിൾ, ബട്ട് ദെൻ നിങ്ങൾ നിങ്ങളുടെ ഹയർ ക്ലാസ്സസിലെത്തുമ്പോഴാണെങ്കിലും ഈ ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. സോ ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ആപ്ലിക്കേഷൻ വൈസും ഒത്തിരി സ്ഥലത്ത് നിങ്ങൾക്ക് റിസർച്ച് ലാബ്സിലൊക്കെ റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ക്രൊമാറ്റോഗ്രാഫി. സോ മെയിൻലി കോമൺ ആയിട്ട് എന്താ പറയുന്നത് കാണപ്പെടുന്ന വെറൈറ്റി ഓഫ് എന്താ പറയുക ക്രൊമാറ്റോഗ്രാഫി ഇസ് column chromatography. Okay, it's very much used in labs. Then thin layer chromatography or TLC nu parayum. Then gas liquid chromatography and high performance liquid chromatography. Idinte okke like HPLC ide okke endha parayunnathu instruments nu parna it's very sophisticated and expensive instruments which researchers use in their research laboratories. Okay, but then idu njan just ningalude oru information sake nu parnane ullu. ബട്ട് നിങ്ങളുടെ സിലബസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫിയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ ആൻഡ് നോട്ട് അറ്റ് ഓൾ കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് put our effort in understanding what paper chromatography is and how it works and how in the entire process takes place. So let's move ahead. So now we will be diving into the deeper concepts of paper chromatography. So ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മളുടെ ടോപ്പിക് ദോ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ആണ്. പക്ഷെ നമ്മളുടെ ഒരു ബ്രോഡർ എയിം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം ലൈക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ബ്ലാക്ക്, ബ്ലൂ അല്ലെങ്കിൽ റെഡ് വാട്ട് എവർ എന്തെങ്കിലും കളറുള്ള ഇങ്കിൻ്റെ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇങ്ക് എന്ന് പറയുന്നത് പല കളറിൻ്റെ ഡൈസും വാട്ടറും തമ്മിലുള്ളൊരു മിക്സ്ചറാണ്. ഓക്കെ, സോ ആ ഒരു ഇങ്ക് സാമ്പിളിൽ ഏതൊക്കെ കളറുള്ള ഡൈസ് അല്ലെങ്കിൽ എത്ര ടൈപ്സ് ഓഫ് ഡൈസ് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് ആ ഇങ്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ യു ക്യാൻ യൂസ് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഫോർ ദാറ്റ്. സോ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം വാട്ട് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഈസ്. ഫൈൻ. സോ our goal is what are the different color dyes present in ink sample. So let's see. So നമുക്ക് ആദ്യമായിട്ട് എന്താ പറയുന്നത് ഈ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയുടെ പിന്നെ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്കിൽ പല ഡൈസ് മിക്സ് ചെയ്തായിരിക്കും ഇങ്ക് ഉണ്ടാക്കുന്നത്. ഇതിൽ വാട്ടറിലും റൈറ്റ്. സോ ലൈക്ക് സേ ഡൈ 1, ഡൈ 2 is these two are mixed in water and that's how you get that particular color of ink, right? So നമ്മളുടെ ഈ ആ ഡൈസിനെ സെപ്പറേറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പേപ്പർ ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. സോ അവിടെ ആ പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സേ നമ്മളുടെ ഇങ്കിൽ ഡൈ 1 ഉണ്ട് ആൻഡ് ഡൈ 2. സോ ആ ഡൈ 1ൻ്റെയും ഡൈ 2ൻ്റെയും solubility difference in that particular solvent. Here the solvent is water. Okay, so നമ്മളുടെ ഡൈ 1 ആൻഡ് ഡൈ 2ൻ്റെ solubility difference ആ വാട്ടറിൽ വരുന്ന solubility difference ആണ് നമ്മളെ അതിനെ സെപ്പറേറ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. So this is what the principle behind paper chromatography, that is separation or identification of different components of a mixture by paper chromatography is based upon their different solubility in the same solvent. So here the different components of that mixture nu parayunana mixture nu parayunana that ink sample what you are taking, and the components of that mixture is various colors of dyes. Okay, and the solvent is water. സോ ആ ഡൈസിൻ്റെ വാട്ടറിലുള്ള സോല്യൂബിലിറ്റി ഡിഫറൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ പേപ്പർ ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്ത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഹൗ മെനി ടൈപ്സ് ഓഫ് ഡൈസ് ആർ ദെയർ
in that particular ink sample. Fine. So let's see how the experiment can be conducted. So this image this is a step-by-step process. Okay, so it illustrates how we can conduct a paper chromatography in order to identify the dyes present in an ink sample. Okay, so in the special type of filter paper. So this is that strip of special type of filter paper which you can use for paper chromatography. Okay, so ingante strip ningal cut cheyideduka. Okay, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോട്ടമിൽ നിന്ന് ഒരു 3 സെന്റിമീറ്റർ മുകളിലോട്ട് ഹൈറ്റിൽ എന്താ പറയുന്നത് ഒരു ലൈൻ വരയ്ക്കണം പെൻസിൽ കൊണ്ട്. Then what you have to do is you have to spot an ink, whatever sample you are taking, let it be black, blue, red, whatever color. So you have to put a spot of that ink here at the middle, aligned the center, right? Then what you do is take a glass jar. Adila you have to fill water. Okay, water narikanam. Then uru rod ainde mele place edittu you have to clip it with you have to clip that chromatography filter paper. Okay, that filter paper ne nammal aa rod vayittu clip cheyum. Then you dip it in such a way. This is very much important that ee vellathinte level should be lower than the spot. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം ഓൾറെഡി ഈ വെള്ളത്തിൻ്റെ ലെവൽ ഇപ്പോൾ ഈ സ്പോട്ടിൻ്റെ മുകളിലാണെന്ന് വെച്ചു, അന്നേരത്തേക്ക് എന്ത് പറ്റും, ഇത് ഈ വെള്ളത്തിലോട്ട് അങ്ങ് ഡിസോൾവ് ആയി പോകും. സോ ദർ ഈസ് നോ പോയിന്റ് ഓഫ് കണ്ടക്ടിങ് ദ എക്സ്പെരിമെൻറ്റ് അറ്റ് ഓൾ. ദെൻ it's a flop, right? So what you have to do is you have to make sure that water level is below this ink sample which you have spotted on that line. Fine. എന്ന് വെച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ലൈക്ക് വാട്ടർ വിൽ ആ കാപ്പിലറി ആക്ഷൻ കാരണം water rise ചെയ്യാൻ തുടങ്ങും പയ്യെ പയ്യെ. So as the water crosses this ink line, the components in this ink, that is say dye 1 or dye 2 or how many ever dyes is present in that ink, will start dissolving in that water which is coming in this direction, upward direction, right? So and then depending upon the solubility of those particular dyes, it will be spotted here. Like the one which is more soluble in water, the solvent here, will be giving a spot at the highest level on the filter paper, whereas a medium level solubility ulla dye ennu parayunnathu you will get somewhere in the middle range, right? And this spot is due to the dye which has least solubility in water. So now what you do is once you water in the level top where you have to remove this this filter paper. You have to take that filter paper out of the glass jar and aine dry cheyam. Okay, and after that you'll see that you'll end up with like say 3 spots. Okay, annaram ee filter paper ingine oru 3 spots undariyum, it indicates that ee ningal edutha sample nathu 3 different types of dyes undu. And you'll see that different colors whichever is constituting that ink. Okay, so the dye which is more soluble in water rises faster, right? And thus it produces a spot at a higher position. And on the other hand, a dye which is least soluble in water will move like the slowest, right? So it will produce a spot at the lowest position. Okay, so this is how you can use paper chromatography in order to identify the dye components in an ink sample. Okay, so this is where this is more than enough for your 9th standard syllabus, but then there are like a variety of chromatography techniques which are quite complicated. If you're curious enough, you can definitely go read about it, but then this is more than enough for your level. So now let's see some of the applications for this technique. So you can use this technique to separate colored substances from dyes or from some natural pigments. Okay, then it is used in detecting and identifying drugs present in blood of criminals in forensic sciences. Okay, then it can be used to separate small amounts of different products
of a chemical reaction. Like for a chemical reaction നടന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതല്ല കേസ് ദാറ്റ് യു വിൽ എൻഡ് അപ്പ് വിത്ത് വൺ സിംഗിൾ പ്രോഡക്റ്റ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ സേ എ റിയാക്ട്സ് വിത്ത് ബി ഗിവിങ് സി അല്ല ഓൾവേസ് ദ കേസ്. ദ കേസ് ഇസ് സിയുടെ കൂടെ എന്തെങ്കിലും ബൈ പ്രോഡക്ട്സും പോസിബിൾ ആണ്, റൈറ്റ്? സോ നമുക്കത് ക്രോസ് ചെക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് chromatographic techniques to identify that based on the solubility by using suitable solvents. Like TLC ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ഒക്കെ. അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കാണും. ദെൻ ഇൻ മോണിറ്ററിങ് ദ പ്രോഗ്രസ് ഓഫ് എ റിയാക്ഷൻ, എക്സാക്ട്ലി നിങ്ങൾ 11th-12th വരുമ്പം ഒരു കെമിസ്ട്രിയിലെ ടോപ്പിക് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് കെമിക്കൽ കൈനറ്റിക്സ്. എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ എത്ര റേറ്റിലാണ് നടക്കുന്നത്, എത്ര ഫാസ്റ്റ് ആണ്, സ്ലോ ആണ് ആൻഡ് ഓൾ ദാറ്റ്, റൈറ്റ്? സോ അവിടെ നമ്മളിപ്പം റിയലി ഒരു പ്രാക്ടിക്കലി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലാബ്സിലൊക്കെ റിയാക്ഷൻസ് കണ്ടക്ട് ചെയ്യുമ്പം വി യൂസ് ക്രോമാറ്റോഗ്രാഫിക് ടെക്നീക്സ് ടു ചെക്ക് ഇഫ് ദ റിയാക്ഷൻ ഇസ് ഓവർ ഓർ ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെ സോല്യൂബിലിറ്റിയും അതിൽ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ സോല്യൂബിലിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും, റൈറ്റ്? സോ ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ you'll have some amount of reactants and some amount of products, okay? But then at the same time, if reaction is completely over, then you'll be left with the product only and none, like the entire reactants will be used up. So ഇപ്പം reactions നടന്നുകൊണ്ടിരിക്കുക, അന്നേരം നിങ്ങളൊരു ക്രോമാറ്റോഗ്രഫി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ you'll see two spots, two or more. Like if some intermediates are there, you'll see multiple spots. If a full reaction complete ആയിട്ടുണ്ടെങ്കിൽ you won't see that. You'll see the spot of product only. So that is in a way like this technique is used to identify if our reactions are over or it's still going on and things like that, okay, which you'll be using or you'll be learning in higher classes. So that's all for today. So I hope you like the video. So don't forget to like, share and subscribe. Thank you.